ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പര തൂത്തുവാരി ഇന്ത്യ. ശ്രീലങ്ക 317 റൺസിന്റെ കൂറ്റൻ തോൽവിയാണ് നേരിട്ടത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിയുടെയും ശുഭമാൻ ഗില്ലിന്റെയും തകർപ്പൻ സെഞ്ചുറികളുടെ ബലത്തിൽ 391 റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് മുന്നിൽ വെച്ചത്. എന്നാൽ ശ്രീലങ്കൻ ഇന്നിംഗ്സ് 73 റൺസിൽ ഒതുങ്ങുകയായിരുന്നു. ഇന്ത്യ സമഗ്രാധിപത്യം പുലർത്തിയ മത്സരത്തിൽ 317 റൺസിന്റെ പരാജയമാണ് ശ്രീലങ്ക ഏറ്റുവാങ്ങിയത്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ പിച്ചിന്റെ ആനുകൂല്യം മുതലാക്കി കാര്യവട്ടത്ത് ആടി തകർത്തു. ഓപ്പണർമാർ മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ചേർന്ന് 95 റൺസാണ് നേടിയത്. 42 റൺസ് നേടിയ രോഹിത് ശർമ്മയെ പുറത്താക്കി ചമിക കരുണ്ടകിന് ലങ്കയ്ക്ക് ബ്രേക്ക് ത്രൂ നൽകിയെങ്കിലും കോഹ്ലി ഗിൽ സഖ്യം ബൌളർമാർക്കുമേൽ കത്തിക്കയറി. ഗിൽ കരിയറിലെ 2ാം ഏകദിന സെഞ്ചുറി നേടി. കോഹ്ലിയുടെ 46ാമത്തേതും. 97 പന്തിൽ 116 റൺസാണ് ഗിൽ നേടിയത്. കാര്യവട്ടത്തെ ആദ്യ സെഞ്ചുറിയും ഗിൽ തന്റെ പേരിൽ എഴുതി ചേർത്തു. അതേസമയം 110 പന്തിൽ 166 റൺസ് നേടി കോഹ്ലി കാര്യവട്ടത്തെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കി. ഹോം ഗ്രൗണ്ടിൽ 21 സെഞ്ചുറി നേടി സച്ചിന്റെ റെക്കോർഡും കോഹ്ലി മറികടന്നു. ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ 6 വിക്കറ്റിന് 390. എന്നാൽ 391 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് ഇന്ത്യൻ ബൌളർമാർക്കുമേൽ യാതൊരു വെല്ലുവിളിയും ഉയർത്താൻ സാധിച്ചില്ല. സ്കോർ ബോർഡിൽ 7 നിൽക്കെ ലങ്കയ്ക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായി. പവർ പ്ലേയിൽ 4 പേർ കൂടാരം കയറി. മത്സരത്തിൽ 4 വിക്കറ്റും ഒരു റൺഔട്ടും നേടി മുഹമ്മദ് സിറാജ് ലങ്കയുടെ അടിവേര് പിഴുതു. സിറാജിനൊപ്പം മുഹമ്മദ് ഷമിയും കുൽദീപ് യാദവും ചേർന്നതോടെ ലങ്ക തകർന്നടിയുകയായിരുന്നു. ഇരുവരും 2 വീതം വിക്കറ്റുകളാണ് നേടിയത്. പരമ്പര തൂത്തുവാരി ഇന്ത്യ ഏകദിനത്തിൽ 300 റൺസിനുമേൽ വിജയം നേടുന്ന ആദ്യ ടീമായി. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.